ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആന്റി ഏജിംഗ് ട്രീറ്റ്മെന്റ് എന്താണ് എന്ന് ചർച്ച ചെയ്യാനാണ് വേണ്ടിയിട്ടാണ്. ആന്റി ഏജിംഗ് ട്രീറ്റ്മെന്റ് എന്താണെന്ന് ചില ആളുകൾക്ക് അറിയായിരിക്കും, അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പം ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക. അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. ആന്റി ഏജിംഗ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രായം കൂടുമ്പോൾ നമ്മളെ ചർമ്മത്തിനുണ്ടാവുന്ന മാറ്റങ്ങൾ, ഈ പാലുണ്ണി പോലുള്ള കുരുക്കൾ ഉണ്ടാവുക, അതുപോലെ കരിമങ്ങലം വരിക, കണ്ണ് കുഴിഞ്ഞു പോവുക, അതുപോലെ ചിരിക്കുമ്പോൾ ഈ കവിളിന്റെ സൈഡിലൊക്കെ ഒരു ചുളിവ് വരിക, അതുപോലെ കവിള് കുഴിഞ്ഞു പോവുക, ഈ കണ്ണിന്റെ ഭാഗത്തായിട്ടൊക്കെ ചുളിവ് വരിക, ഇതൊക്കെയാണ്. അതുപോലെ താടി തൂങ്ങുക, ഈ പ്രശ്നങ്ങളൊക്കെയാണ് ഈ പ്രായം കൂടുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകളാണ് ആന്റി ഏജിംഗ് ട്രീറ്റ്മെന്റുകൾ. പല വിധത്തിലുള്ള ചികിത്സാ രീതികളും ആന്റി ഏജിംഗ് ട്രീറ്റ്മെന്റുകളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത്. ഇതിനായുള്ള ആധുനിക ചികിത്സാ രീതികൾ, ലേസർ ചികിത്സകളുണ്ട്, അതുപോലെ കെമിക്കൽ പീലിംഗ് ചികിത്സകളുണ്ട്, ഇൻജെക്ട് ചെയ്തിട്ടുള്ള ചികിത്സകളുണ്ട്. പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ബോട്ടലിൻ ടോക്സിൻ ഇഞ്ചക്ഷൻ, ഫില്ലേഴ്സ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ഇഞ്ചക്ഷനുകൾ യൂസ് ചെയ്തിട്ടുള്ള ചികിത്സകളുണ്ട്. PRP എന്ന് പറയുന്ന ഒരു പ്രത്യേക ചികിത്സാ രീതിയുണ്ട്. അത് നമ്മുടെ ബ്ലഡ് തന്നെ എടുത്തിട്ടുള്ള ചികിത്സാ രീതികളാണ്. PRP സ്കിൻ റെഗനുവേഷൻ എന്ന് പറയുന്ന ചികിത്സയുണ്ട്. അത് എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ ബ്ലഡ് പ്രോസസ് ചെയ്ത് മൾട്ടിപ്പിൾ ഇഞ്ചക്ഷൻ ആയിട്ട് ഇഞ്ചക്ട് ചെയ്ത് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ PRP എന്ന് പറയുന്ന PRP സ്കിൻ റെഗനുവേഷൻ എന്ന് പറയുന്നത്. ഈ ബോട്ടിലിൻ ടോക്സിൻ ഇഞ്ചക്ഷൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് ചിരിക്കുമ്പോൾ കണ്ണിന്റെ ഭാഗത്തുണ്ടാകുന്ന ചുളിവുകൾ, നെറ്റിയിൽ ഉണ്ടാകുന്ന ചുളിവുകൾ, അതുപോലെ സ്കിന്ന് ടൈറ്റ് ആവുന്നത് ലൂസാക്കാൻ വേണ്ടിയിട്ടും, സ്കിന്നിന് താടി ഭാഗത്ത് കഴുത്തിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ബോട്ടിലിൻ ടോക്സിൻ ഇഞ്ചക്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ഫില്ലേഴ്സ് ഇഞ്ചക്ഷൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ കണ്ണ് കുഴിഞ്ഞു പോവുക, കവിള് തൂങ്ങുക, ഈ പ്രശ്നങ്ങൾക്കൊക്കെയാണ് ഈ ബോട്ടിലിൻ ടോക്സിൻ ഇഞ്ചക്ഷൻ എന്ന് യൂസ് ചെയ്യുന്നത്. ഈ പ്രശ്നങ്ങൾ വന്നു തുടങ്ങുമ്പോൾ തന്നെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിന്റെ റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ ഈ ഇഞ്ചക്ഷനൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിന്റെ മാറ്റങ്ങൾ നമ്മുടെ മുഖത്ത് കണ്ടു തുടങ്ങും. പിന്നെ ഈ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് ധാരാളമായിട്ട് ഫിലിം ഫീൽഡിലുള്ള ആൾക്കാർ, ഈ സീരിയൽ, TV, സിനിമ ഫീൽഡിലുള്ള ആളുകളൊക്കെ ഈ സംഭവങ്ങൾ ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുഴികൾ പോകാൻ വേണ്ടിയിട്ട് ലേസർ ചികിത്സകളാണ് ചെയ്യുന്നത്. നമ്മുടെ മുഖത്ത് പോഴ്സുകൾ ഉണ്ടാവും, മൂക്കുരു വന്നിട്ട് പോയ പോഴ്സുകളൊക്കെ ഉണ്ടാവും, ചെറിയ ചെറിയ ഓട്ടകൾ ഉണ്ടാവും. അത് പോകാൻ വേണ്ടിയിട്ട് റോളിങ്, അതുപോലെ ലേസർ ചികിത്സകളാണ് ചെയ്യുന്നത്. പുറത്ത് വരുന്ന കരിമങ്ങലം മറ്റുള്ളതൊക്കെ മാറാൻ വേണ്ടിയിട്ട് കെമിക്കൽ പീലിംഗ് ആണ് യൂസ് ചെയ്യുന്നത്, കലകളൊക്കെ മാറാൻ വേണ്ടിയിട്ട്. ലേസറും അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ലേസർ ചികിത്സയും ഈ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പൊ ഇത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ടുണ്ട്. ഇതുപോലുള്ള ക്ലിനിക്കുകളൊക്കെ ഉണ്ട്. ഡോക്ടർമാരാണ് ചെയ്യുന്നത്, ഈ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരാണ് ഈ ചികിത്സ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ക്ലിനിക്കുകളിൽ തന്നെ നിങ്ങൾ സമീപിച്ച് ഇത് ചെയ്യാൻ ശ്രമിക്കുക. ഈ ആന്റി ഏജിംഗ് ട്രീറ്റ്മെന്റുകളെ കുറിച്ചുള്ള ഒരു പ്രാഥമികമായ അറിവ് നൽകുക എന്നായിരുന്നു ഈ വീഡിയോയുടെ ഉദ്ദേശം. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ആക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.